ഹലോ, ഞാൻ ഡോക്ടർ താര, കൺസൾട്ടൻറ്റ് ഓബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇത് രണ്ടും ഒന്നാണോ അതോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? പലപ്പോഴും വേറെ പല കാരണങ്ങൾക്കായി അൾട്രാസൗണ്ട് എടുത്ത് അതിനകത്ത് PCOS കണ്ട് വളരെയധികം ടെൻഷനായിട്ട് OPയിൽ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടറെ എനിക്ക് PCOS ഉണ്ട്, എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ലേ എന്നുള്ളൊരു ചോദ്യം. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് PCOS ഉണ്ടെന്ന് പറയുന്നത്? അതിന് പല ക്രൈറ്റീരിയകളുണ്ട്. ആദ്യമായിട്ട് ഇറഗുലർ സൈക്കിൾസ്, 2-3 മാസം കൂടുമ്പോൾ മാത്രം പീരിയഡ്സ് വരുമ്പം വളരെ അധികമായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ തന്നെ 2 തവണ ബ്ലീഡിംഗ് ആകുന്നുണ്ട്. ബ്ലഡിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുതൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മുഖക്കുരുക്കൾ, കഴുത്തിന് ചുറ്റും കറുപ്പ്, അൺവാണ്ടഡ് ഹെയർ ഫോൾ ഒക്കെ കാണാം. പിന്നെ അൾട്രാസൗണ്ട് സ്കാനിലൂടെ ഓവറിയുടെ ചുറ്റും മുത്തുമണികൾ പോലെ സിസ്റ്റുകൾ കാണുക, പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് കാണുക. ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ PCOS എന്ന് പറയും. ഈ PCOS മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ചെയ്യേണ്ടത്? ആദ്യമായി നമ്മൾ പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ എക്സസൈസ്. ഇതിൽ പറയുന്നത് ബ്രിസ്ക് വാക്കിംഗ്, 30 തൊട്ട് 45 മിനിറ്റെങ്കിലും ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം. അല്ലെങ്കിൽ സ്വിമ്മിങ്, ഡാൻസിങ്, സൈക്ലിംഗ്, എയറോബിക്സ് പോലത്തെ എക്സസൈസുകൾ ചെയ്യാം. ഡയറ്റിൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം എടുക്കാൻ. മെയിനായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റും ലീൻ പ്രോട്ടീൻസും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുമ്പം നമ്മുടെ ബോഡിയിൽ പെട്ടെന്നുള്ളൊരു ഷുഗർ സ്പൈക്സ് കുറച്ചിട്ട് ഡൈജഷൻ പ്രോസസ്സ് കുറച്ച് സ്ലോ ഡൗൺ ആവും. അപ്പം ആ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്ന അഡീക്വേറ്റ് സ്ലീപ്പ്, ഒരു 6 to 8 hours എങ്കിലും എല്ലാ ദിവസവും കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു ഡിസിപ്ലൈൻഡ് ലൈഫ് വേണം. PCOSും ഒരു ഡയബറ്റീസ് പോലത്തെ ഒരു കണ്ടീഷൻ തന്നെയാണ്. PCOS നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് ഡയബറ്റീസിലോട്ടും ഒബേസിറ്റിയിലോട്ടും ഹൈപ്പർ ടെൻഷനിലോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മൾ കൂടുതലും ഈ എക്സാംസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴായിരിക്കും കുറേ കുട്ടികൾക്ക് പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കാനായിട്ടുള്ള ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്ന പോലത്തെ എക്സസൈസ്, മെഡിറ്റേഷൻ പോലത്തെ യോഗ, അങ്ങനത്തെ ഐറ്റംസ് പ്രാക്ടീസ് ചെയ്യും. കഫീൻ ഇൻടേക്കൊക്കെ കുറയ്ക്കുക. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്.